ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂസ് കിച്ചൻ ലാബ്. അപ്പോൾ ഞാൻ ഇന്ന് ഫ്രൈഡ് റൈസിൻ്റെ അതുപോലെ തന്നെ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞങ്ങൾക്ക് വീഡിയോയിൽ കിടക്കാം. അതിനു മുമ്പായി ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഓൾ എന്ന ഓപ്ഷൻ വെക്കാനും മറക്കല്ലേ. ഇനി ചില്ലി ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ചിക്കന്. അതിനായി ഞാനിവിടെ ഒരു ഇഞ്ചി കഷ്ണാക്കിയിട്ട് മിക്സർ ജാറിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 10 അല്ലി വെളുത്തുള്ളി, പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 6 പീസസോളം പച്ചമുളക് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പൊടിച്ചിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കണം. പിന്നെ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കണം. അങ്ങനെ എരിവൊന്നുമില്ല കേട്ടോ. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണോളം സോയാ സോസാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം വിനെഗറാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 പൊട്ടാറ്റോ, അതുപോലെ തന്നെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ചിക്കൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു കടായിൽ വെളിച്ചെണ്ണയിൽ ഞങ്ങൾക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് പൊരിച്ച് കോരണം. അപ്പോൾ ഞാനിവിടെ പൊട്ടാറ്റോയും ക്യാരറ്റൊക്കെ ഇതേപോലെ പൊരിച്ച് കോരി വെച്ചിട്ടുണ്ട് ഉണ്ടോ. ഇതുപോലെ തന്നെ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് എല്ലാം ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വേവിച്ചെടുത്ത ചിക്കനും ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ താറ്റിയിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ മസാല റെഡിയായി കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സോയാ സോസിൽ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ മസാല റെഡിയായി. ഇനി റൈസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ റൈസ് 5 ഗ്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് റൈസിന് 1.5 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. അത് ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ എടുക്കണം. ഇനി ഞങ്ങൾക്ക് സാധാരണ നെയ്ച്ചോറ് വെക്കുന്ന പോലെ തന്നെ ചെയ്യാം. ഞാനിവിടെ ഒരു ബിരിയാണി പാത്രത്തിലുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഉള്ളി മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഞങ്ങളുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പം ഞങ്ങൾ വറുത്തെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ റൈസ് പറ്റിപ്പില്ലാണ്ട് നന്നായി വേറെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഫ്രൈഡ് റൈസ് അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഫ്രൈഡ് റൈസ് ആക്കുന്ന സമയത്ത് ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ മെഷർ പറഞ്ഞു, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ 5 ഗ്ലാസ്സാണ് ഞാൻ ഇവിടെ അരി എടുത്തിട്ടുള്ളൂ. അപ്പോൾ 7.5 ഗ്ലാസ് വെള്ളം. പിന്നീട് ഇതിലേക്ക് ഞങ്ങൾക്ക് 1 ലെമണ് സ്ക്വീസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഞങ്ങൾക്ക് ചോറ് ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ മസാലയിൽ 2 മുട്ട വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ പകുതി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ലെയറായിട്ട് ഇടുന്ന സമയത്ത് നമുക്ക് കുറച്ചായി ഇടാനാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചോപ്ഡ് കൊറിയാണ്ടർ ലീവ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കസൂരി മെത്തിയാണ്. അത് ഇതിലേക്ക് കൈവച്ചിട്ടൊന്ന് പൗഡറാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ ആക്കി വെച്ച നമ്മുടെ മസാല ഇതിലേക്ക് കുറച്ച് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ ആക്കുന്ന സമയത്ത് ഓരോ ലെയറായിട്ടാണ് മസാല റൈസ് അങ്ങനെ ഇട്ട് കൊടുക്കൽ. പക്ഷേ ഫ്രൈഡ് റൈസ് ആക്കുന്ന സമയത്ത് അങ്ങനെയല്ല, ഫുള്ളായിട്ട് മിക്സായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സോയാ സോസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റൊക്കെ ചെയ്ത അതേ സെയിം മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ടോപ്പിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പണിയിലും എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. ഇനി ഞങ്ങൾക്ക് ചില്ലി ചിക്കൻ ആക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കന് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല
മുളകും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ആ ഓയിലിൽ തന്നെ കള്ളിയായിട്ട് മുറിച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കും ആ ഒരു ഷേപ്പിൽ തന്നെ മുറിച്ചത് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം. വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഇട്ടുകൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസാണ്. അത് ഞാൻ 2 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചില്ലി സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ ഏകദേശം 2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കസൂരി മേത്തി ഇട്ടുകൊടുക്കാം. അത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഒരു അടപ്പ് വെച്ചിട്ട് ഞങ്ങൾക്ക് മൂടി കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റിന് ശേഷം ഇതിലേക്ക് ചോപ്ഡ് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി. ഇനി നമ്മുടെ ഫ്രൈഡ് റൈസ് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് രണ്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി പുതിയ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും.